സുഹൃത്തുക്കളെ, ഇത് ഇന്ന് നടന്ന സംഭവമാണ്. ഇത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം കൊച്ചു കുട്ടികളൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന സാധനമാണ് ഇത്. മാസേര ഡ്രിങ്ക് നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എക്സ്പയർ ഡേറ്റ് എഴുതിയ ഇനിയും ഉണ്ട് 2 മാസം. സ്ഥിരം കുടിക്കുന്ന സാധനത്തിന്റെ സ്മെല്ലൊന്ന് മാറിയത് കൊണ്ടാണ് കൊച്ചു കൊണ്ടുവന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവനും അറിയില്ല ഇതായിരിക്കും എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചും കുടിക്കുകയും ചെയ്തേനെ. സംഭവം നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഷോപ്പുകാരെയും കുറ്റമല്ല, ഇതുപോലെ മാസം മാത്രമല്ല പല കേസസും ഇങ്ങനെ നിരവധി കേസസ് വരാറുണ്ട്. ജൈവിൽ അടങ്ങിയിട്ടുണ്ട്, പിന്നെ കുപ്പിയിലുള്ള ജ്യൂസിൽ, അതുപോലെ തന്നെ പെപ്സിക്കകത്ത്, പപ്സിനകത്ത്, അങ്ങനെ ഒരുപാട് ഈ ചക്ക, എലി, പാറ്റ, പല്ലി, അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനകത്ത് വന്നു പോകണമെന്ന് അറിയാൻ പാടില്ല പലരും. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ കണ്ടിരുന്നു, ഈ പെപ്സി, അതായത് ഇപ്പം ഈ കുടിക്കുന്ന ജ്യൂസൊക്കെ ശരിക്കും പഴത്തിന് ഓൾറെഡി കളറൊക്കെ കൊണ്ടുപോയി ചേർക്കുന്നതാണ്. അതായത് ഒരുപാട് ഷുഗറുകളും വേണ്ട കെമിക്കലൊക്കെ ചേർത്ത് വരുന്നത്. ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കരുത്. ഒന്നാമത് തന്നെ അത് ഫ്രഷ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും കിട്ടിയില്ലെങ്കിലും ഈ സാധനങ്ങളൊന്നും പിള്ളേർക്ക് മേടിച്ച് കൊടുക്കരുത്. നിങ്ങൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും മേടിച്ച് വല്ല മോരോ വീട്ടിൽ പാലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പാനീയങ്ങളോ നാരങ്ങളോ നിങ്ങൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് ഈ കടകളിലൊക്കെ കിടന്ന് ഈ കുപ്പിയിലൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ പലതും പിന്നെ വേണ്ട സാധനങ്ങൾ. ഈ സാധനം ചത്തിരുന്നുകൊണ്ട് മാത്രം പറയണല്ലേ. ഈ അതായത് ചെയിമാരി ജ്യൂസുകളൊക്കെ മേടിച്ച് മസാലയൊക്കെ മേടിച്ച് കുടിക്കുന്നത്, അത് എന്നെ കളർ ആഡ് ചെയ്യുന്നതാണ്. അത് ഒരു വീഡിയോയിൽ റീൽസിലൊക്കെ കണ്ടാണ്. ഒരു വീഡിയോ അതിനകത്ത് രീതിയിൽ എന്തോ ഫിനോയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ വ്ളോഗറുടെ പേര് എനിക്കറിയില്ല. അതുപോലെ ഒരുപാട് സംഭവമുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾക്ക് ആദ്യം ഇതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് പൊളിച്ചു നോക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് മേടിച്ച് കൊടുക്കരുത്. നിങ്ങൾ വല്ല സ്വന്തമായിട്ട് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ വീടിനടുത്ത് പാലുണ്ടാവുമല്ലോ, ഒരു പാലൊക്കെ മേടിച്ച് നിങ്ങൾ കൊടുക്കുക. ഈ ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അത് നിങ്ങളുടെ ഹെൽത്തിനെ, കുട്ടികളുടെ ഹെൽത്തിനൊക്കെ നല്ലപോലെ ബാധിക്കും. നല്ല പാലൊക്കെ കുടിച്ച് വരേണ്ടതാണ്. പാല് നല്ല ശുദ്ധമായി തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ മേടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.